ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ആഘോഷമാണ് മലയാളികൾക്ക് വിഷു. വിഷു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്ന വിഷുക്കണിയും കൈനീട്ടവും എല്ലാമാണ്. വിഷു എന്നാൽ തുല്യമായതാണെന്ന് അർത്ഥം. രാത്രിയും പകലും തുല്യമായി വരും ദിവസം. മലയാള മാസം മേടം 1 നമ്മൾ വിഷുക്കണി ഒരുക്കുന്നത്. വിഷുക്കണി ഒരുക്കുമ്പോൾ നമുക്ക് ആവശ്യമായ എന്തെല്ലാം എന്ന് നോക്കാം. കൃഷ്ണ ഭഗവാന്റെ ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഫോട്ടോയോ ആവാം. അത് നമുക്ക് മാലയോ മുല്ലമാലയോ തുളസിമാലയോ നമുക്ക് എന്തെല്ലാം മാലകൾ യൂസ് ചെയ്യാൻ പറ്റുമോ ആ മാലകളെല്ലാം ഭഗവാനെ അണിയിക്കാം. ഒരു ഓട്ടുരുളി അല്ലെങ്കിൽ ഒരു തട്ടമോ എന്തുമായാലും നമുക്ക് എന്താ വീട്ടിൽ കിട്ടാവുന്നതായ അത് നമുക്കത് വയ്ക്കാവുന്നതാണ്. ഉരുളിയിൽ അല്പം പച്ചരിയോ ഉണക്കലരിയോ നമുക്ക് ആദ്യം ഇടാം. അതിൽ നമുക്കൊരു കണിക്കൊന്നപ്പൂ വെച്ച ശേഷം കണിവെള്ളരി, മാമ്പഴം, പഴം, ചക്ക, പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ കിട്ടാവുന്നതായ എന്തെല്ലാം പഴവർഗ്ഗങ്ങളോ പച്ചക്കറികളോ എന്ത് വേണമെങ്കിൽ നമുക്ക് കണിയൊരുക്കുമ്പോൾ വയ്ക്കാവുന്നതാണ്. ഈ ഓട്ടുരുളി എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ പ്രതീകമാണ്. അതിൽ നിറയുന്നത് കാലപുരുഷനെ മഹാവിഷ്ണു എന്നാണ് സങ്കല്പം. കണിക്കൊന്നപ്പൂ എന്ന് പറഞ്ഞാൽ കാലപുരുഷൻ്റെ കിരീടവുമായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. കണിവെള്ളരിയോ മുഖവും, വിളക്ക് തിരികൾ കണ്ണുകളും, വാൽക്കണ്ണാടി മനസ്സും, ഗ്രന്ഥം വയ്ക്കുമ്പോൾ ഗ്രന്ഥം വാക്കുകളുമായിട്ടാണ് നമ്മുടെ സങ്കല്പം. അതിൽ മാമ്പഴം എന്ന് പറയുമ്പോൾ മാമ്പഴം വയ്ക്കുന്നതിൻ്റെ പ്രധാനമായി പറയുന്നത് മാമ്പഴം നമ്മുടെ സുബ്രഹ്മണ്യ ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫലമാണ്. അതുകൊണ്ട് നമ്മൾ മാമ്പഴം വയ്ക്കുന്നത്. കദളിപ്പഴമാണ് ഏറ്റവും ഐശ്വര്യം കണി വയ്ക്കാനായിട്ട്. കദളിപ്പഴം കിട്ടിയെങ്കിൽ പൂവമ്പഴവുമായാലും ആകാം. കദളിപ്പഴം നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന് വളരെ ഇഷ്ടമുള്ളതാണ്. ചക്കയാണെങ്കിലോ ചക്ക നമ്മൾ ഗണപതി ഭഗവാന് വേണ്ടി വെക്കണം. അത് ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫലമാണ് ചക്ക. പിന്നെ തിരുവുടയാട എന്ന് പറഞ്ഞാൽ ഭഗവതിയുടെ സങ്കല്പമാണ് തിരുവുടയാട വയ്ക്കുന്നത്. അതിൽ വാൽക്കണ്ണാടിയും നമ്മൾ വെച്ച് കൊടുക്കും. പിന്നെ നിങ്ങൾക്ക് ആവശ്യം ഒരു ഗ്രന്ഥവും കോട്ട് വസ്ത്രവും, അതിൽ നമുക്ക് വെറ്റിലയും അടയ്ക്കയും നാണയങ്ങളും വെള്ളി ആഭരണവും സ്വർണ്ണാഭരണങ്ങളും എല്ലാം നമുക്കിൽ വയ്ക്കാവുന്നതാണ്. സുമംഗലിയ സ്ത്രീകൾ വീട്ടിലാണെങ്കിൽ കുങ്കുമവും കൺമഷിയും നമുക്ക് വയ്ക്കാം. കാരണം കുങ്കുമവും കൺമഷിയും രാവിലെ അവർ കാണുന്നത് വളരെ ഐശ്വര്യമാണ്. പിന്നെ ചിലയിടങ്ങളിൽ ധാന്യങ്ങൾ വയ്ക്കാറുണ്ട്. ഞാൻ ഇവിടെ ധാന്യങ്ങളും വെച്ചിട്ടുണ്ട്. നമുക്കത് വേണമെങ്കിൽ മാത്രം വെച്ചാൽ മതി. നല്ലതാണ്. കണിക്കൊന്നപ്പൂവിൽ മുകളിലായിട്ട് നമുക്ക് അവസാനം കണിക്കൊന്നപ്പൂ വയ്ക്കാവുന്നതാണ്. പിന്നെ അഷ്ടമംഗലത്തട്ടുള്ളവർ അഷ്ടമംഗലത്തട്ടും ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് അഷ്ടമംഗലത്തട്ട്. പിന്നെ പറയിൽ അല്പം നെല്ലും വയ്ക്കാവുന്നതാണ്. നെല്ലുള്ളവർ അത് വയ്ക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ വിളക്കിലും എണ്ണയെല്ലാം ഒഴിച്ച് തിരിയെല്ലാം ഇട്ട് വയ്ക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് മഞ്ചാടി ഉണ്ടെങ്കിൽ അതും വയ്ക്കാം. കാരണം കൃഷ്ണ ഭഗവാന് മഞ്ചാടി വളരെ ഇഷ്ടമാണ്. പിന്നെ ഒരു നാളികേരം മുറിച്ചോ അല്ലെങ്കിൽ മുഴുവനായിട്ട് നമുക്കിവിടെ വയ്ക്കാം. ഇവിടെ മുറിച്ചാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ താങ്ക് യു.